ഗുഡ് മോർണിംഗ് ഗൈസ്. ടുഡേ ഈസ് 23rd ഡേ ഓഫ് മൈ ചലഞ്ച്. 23ാമത്തെ ദിവസമാണ് ഇന്ന്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു, അതായത് എൻ്റെ ബാക്കിൽ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര പെയിനുണ്ട്. ബാക്ക് പെയിന് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ. ഇന്നലെ പ്രാക്ടിക്കൽ ക്ലാസ്സിലാണെങ്കിലും തിയറി ക്ലാസ്സിലെല്ലാം കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ഇരുന്നതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കര കുത്തി വലിക്കുന്ന വേദനയായിരുന്നു. ഇന്നലെ രാത്രി എല്ലാം ഞാൻ ബെൽറ്റ് ഇട്ടിട്ടാണ് ഇരുന്നത്. എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. ഇപ്പം ഇന്ന് രാവിലെ എണീറ്റപ്പം ഇവിടെയും ബാക്കിലും പിന്നെ ആ നടുവിൻ്റെ ആ പോർഷനിലെല്ലാം ഭയങ്കര ഒരു പെയിൻ ഉണ്ട്. എന്താണെന്നറിയില്ല. മറ്റേ ഞാൻ വീടേൻ്റെ വേദന എനിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ എന്തോ പെയിൻ ഉണ്ട്. ഇപ്പോൾ നോക്കാം, ഇരിക്കാം. മെഡിറ്റേഷൻ ഞാൻ വിചാരിച്ച് ഇരുന്ന് നോക്കാം. ഒത്തിരി നേരം ഇരിക്കാൻ പറ്റില്ലെങ്കിൽ എണീക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം മെഡിറ്റേഷന് വേണ്ടി ഇരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ആ ഒരു സ്ട്രെയിറ്റ് നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു പെയിൻ ഉണ്ട്. ഇത്രയും ദിവസം കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ തൊട്ട് എന്തോ ഒരു വേദന വന്നു, എനിക്കറിയില്ല. സാരമില്ല, ഇപ്പം നമ്മൾ ഏകദേശം കുറച്ച് നേരം ചെയ്തോളൂ. ഏകദേശം ഒരു 5 മിനിറ്റ് അത്രയൊക്കെ ഞാൻ ചെയ്തോളൂ. ഇപ്പം ഇനി നമുക്ക് പോയി കോഫി ഇട്ട് കുടിക്കാം. ഓക്കെ. അപ്പം ഞാൻ കോഫി ഉണ്ടാക്കി ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം നേരത്തെ തന്നെ എല്ലാം എഴുതിയിട്ട് എണീറ്റ്. എൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ റൂംമേറ്റ് കുട്ടിയുണ്ട്. അപ്പോൾ അവൾക്ക് 6:30 കഴിയുമ്പം പോകണം, ഊബർ വരുമെന്ന് പറഞ്ഞു. എയർപോർട്ടിലേക്ക് പോകണം, അവൾ നാട്ടിൽ പോവാണ്. സോ കീ ഇന്നലെ എൻ്റെ കയ്യിലായിരുന്നു, ഗേറ്റിൻ്റെ കീ. ഞാനാണെങ്കിൽ എൻ്റെ റൂമിൻ്റെ പുറത്ത് വെക്കാൻ മറന്നുപോയി. കൂട്ടിയിട്ട് എൻ്റെ റൂമിനകത്ത് വെച്ചു. സോ കീ എടുത്ത് കൊടുത്തായിരുന്നു അവൾ പോകാൻ വേണ്ടി. അവൾ പോയി. എന്തായാലും കോഫിയൊക്കെ ഇട്ടിട്ട് കുടിക്കാം. അപ്പോൾ ഗൈസ്, എനിക്കാണെങ്കിലും നല്ല ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ ഞാനിപ്പം ഫുഡ് ഉണ്ടാക്കേണ്ടിരുന്നപ്പം എനിക്ക് അത്യാവശ്യം നല്ല പെയിനുണ്ട്. ഞാനിങ്ങനെ ഒരു സൈഡ് കൊണ്ട് ആഞ്ഞിരിക്കാനേ വരുന്നുള്ളൂ. നേരെ ഇരിക്കുമ്പോൾ ഒരു അത്യാവശ്യം കുത്തി വലിക്കുന്ന പോലെ വേദന. മേ ബി ഇന്നലെയൊക്കെ ഒരു വശമില്ലാത്ത രീതിയിലാണ് ഇന്നലെയൊക്കെ ഇരുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് നാളത്തെ ക്ലാസ്സിന് എന്തായാലും പോയേ പറ്റൂ. കാരണം ഞങ്ങൾക്ക് 2 ആഴ്ചയായിട്ടൊക്കെ വെള്ളിയാഴ്ച അവധിയായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. അപ്പം ഞങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു നാളെ എനിക്ക് ആ പ്രാക്ടിക്കലിൽ പോകണം. ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാം. പിന്നെ ആക്ച്വലി എക്സ്റ്റൻഷനൊക്കെ ഉണ്ട്, പക്ഷേ ഐ തോട്ട് ഇന്ന് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. ഞാൻ കോളേജിൽ പോകുന്നില്ല. വീട്ടിൽ പോകാനായിട്ട് അടുത്തപ്പോഴത്തേക്ക് അസുഖങ്ങളായിട്ട് വീണ്ടും വരുന്നു. എനിവേ ഇറ്റ്സ് ഫൈൻ. 11 മണിയായി. അപ്പോൾ എനിക്ക് കുറേ നേരം ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ തലയണ ഇങ്ങനെ വെച്ചിട്ട് ചാരി ഇരിക്കുകയാണ്. മറ്റേ സ്പ്രേ ഒക്കെ അടിച്ച് വേദനയുടെ ഞാൻ മുട്ട കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ റെസ്റ്റ് എടുത്തുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ മരുന്നൊക്കെ ഇട്ടിട്ട് കുറേ നേരം നല്ല രീതിക്ക് കണ്ടിന്യൂസ് ഇരിക്കാതെ ഞാൻ കുറച്ച് റെസ്റ്റ് കൊടുത്തുകൊണ്ട് എനിക്ക് ആ നടുവിൻ്റെ ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ ഇരിക്കുന്നതിൻ്റെ ആ ഒരു പോസ്റ്ററിലുണ്ടായിരുന്ന ആ പെയിൻ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ സഹിച്ച വേദനേൻ്റെ ഒരു പകുതി പോയി. പിന്നെ എനിക്ക് ഇവിടെ ഈ ഒരു പോർഷനിലുണ്ട്, അത് നീരിറങ്ങിയിട്ടുള്ള വേദനയാണെന്ന് അറിയാം. അപ്പോൾ അത് ഞാൻ ഇപ്പം മരുന്നിട്ടേക്കുമാണ്. അപ്പോൾ നമുക്കിപ്പം ഫുഡ് കഴിക്കാം. ഞാൻ ഒന്നും കൂടുതലായിട്ട് ഉണ്ടാക്കിയില്ല, മുട്ടയും പിന്നെ തൈരാണ്, അതേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് എനിക്കിവിടെ വൈകിട്ടൊരു 4:30 ആകുമ്പോൾ എനിക്കിവിടെ തൂത്ത് തുടയ്ക്കണം. നാളെ വന്നിട്ട്, മറ്റന്നാളാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നാളെ വന്നിട്ട് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. നാളെ തുണിയൊക്കെ ഒന്ന് കഴുകിയെല്ലാം ഉണക്കാനിടണം. എന്നിട്ട് വേണം എനിക്ക് പാക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് നാളെ ഈ തൂക്കും തുടക്കലും ഒന്നും നടക്കില്ല. അപ്പോൾ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മാക്സിമം റെസ്റ്റ് ചെയ്തത്. സോ നമുക്കിപ്പോൾ കഴിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഇവിടുത്തെ പരിപാടിയൊക്കെ ഇന്ന് കഴിഞ്ഞു. ഞാൻ ഇന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ച 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് മാനുവൽ എഴുതണം, പിന്നെ ഇവിടെ എല്ലാം വൃത്തിയാക്കണം. കാരണം നാളെ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എണ്ണ തേച്ച് കുളിക്കൽ ഡേ ആണ് തലയിൽ. അപ്പോൾ നാളെ എന്തായാലും എനിക്ക് കോളേജിൽ പോയേ പറ്റും. എനിക്ക് VPHൻ്റെ പ്രാക്ടിക്കലൊക്കെ അറ്റൻഡ് ചെയ്യണം. സോ അപ്പോൾ നാളെ സമയം കിട്ടില്ല. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കലും പിന്നെ പാക്ക് ചെയ്യലൊക്കെയാണ്. അപ്പോൾ മറ്റന്നാൾ എനിക്ക് രാവിലെ ഇറങ്ങണം. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നാളെ എല്ലാം ചെയ്തു വെക്കണം, പാക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. സോ അതുകൊണ്ട് നാളെ വന്ന് കുളിക്കൽ മാത്രമേ നടക്കുള്ളൂ. അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇപ്പോൾ ഇവിടെ എല്ലാം തൂത്ത് തുടച്ചു. ഞാൻ രാവിലെ തൊട്ട് ഒന്നും ചെയ്യായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് ഞാൻ കൊടുത്തു. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇവിടെ ഇങ്ങനെ ഈ ബാക്കിലൊരു തരം ഇങ്ങനെ
കുഴഞ്ഞു പോകുന്ന പോലത്തെ മസിൽ ഇങ്ങനെ കുഴയുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. അതൊക്കെ കുറവുണ്ട്. പിന്നെ ആ വീണ ഭാഗത്ത് ഈ ഒരു വലത്തെ സൈഡിലായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്തിരിക്കുമ്പോൾ ഒരു വേദന വരുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഫൈൻ ഉള്ളി. ഉള്ള വേദനയുടെ ഒരു 50% കുറഞ്ഞുകൊണ്ട് എനിക്ക് അത്ര വലുതായിട്ട് തോന്നുന്നില്ല. നാളെ വന്നിട്ട് എനിക്ക് കുളിക്കണം, തുണി കഴുകണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തോടെ ഞാൻ വലിയ വീഡിയോസൊന്നും എടുത്തില്ല. ഇനി എനിക്ക് ഇന്ന് LPT ആയിരുന്നു. അപ്പോൾ അവിടെ അതിൽ 3 എക്സസൈസ് എന്താ എഴുതിപ്പിച്ചെന്ന് പറഞ്ഞു. ആദ്യം എനിക്കൊന്ന് എഴുതണം. അതാണ് ഇനിയുള്ള പരിപാടി. അത് എഴുതണം. പിന്നെ എന്താണ് ചായയിട്ട് കുടിക്കണം, പ്രാർത്ഥിക്കണം, അതൊക്കെ ഉള്ളൂ. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇന്ന് വളരെ വളരെ സിമ്പിളായിട്ട് വളരെ ഇച്ചിരി ഉള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനും ഞാൻ നിന്നില്ല. സോ വീഡിയോ ഇനി നാളെ എൻ്റെ 24th ഡേ ആണ്. ഇന്ന് 23rd ഡേ ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലേസി ഡേ ആയിരുന്നു. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഞാൻ എൻ്റെ ബോഡിക്കൊക്കെ റെസ്റ്റ് കൊടുക്കുമായിരുന്നു. ഇറ്റ്സ് ഫൈൻ. സോ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഗൈസ്. ഇത്രയും നേരം ഞാൻ വെറുതെ ഓരോന്ന് വീഡിയോ എടുത്തതെല്ലാം ഞാൻ എടുത്ത് കുറച്ച് ഇച്ചിരി വീഡിയോ ഉള്ളായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ഇട്ടു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ VPH എനിക്ക് എഴുതാനുണ്ടായിരുന്നു, അതും ഞാൻ എഴുതി. അല്ല, ഞാൻ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ഇനി എനിക്ക് ബാക്കി എഴുതാനുണ്ട്, ഒക്കെ ചെയ്യാനുള്ളൂ. സോ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ ഇവിടെ ചെണ്ടിയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ എനിക്ക് 24th ഡേ ഓഫ് ചലഞ്ചാണ്. ആ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്.